എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്ന് കത്തോലിക്ക സഭ. മതപരിവർത്തനം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടി ശരിയല്ലെന്ന വിമർശനവും സഭയ്ക്കുണ്ട്. വിഷയം മറച്ചുവെക്കാനാണ് CPM തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഈ സോനായുടെ വിഷയത്തിലാണെങ്കിലും സിറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയാണ്. അതായത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഇടപെട്ടതുകൊണ്ട് പേരെടുത്ത് നന്ദി പറയേണ്ട കടമ സഭയ്ക്കുണ്ടെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കോക്കവയലിൽ തുറന്നടിച്ചു. BJPക്ക് മാത്രമല്ല സഭയിലേക്ക് എത്തുന്ന എല്ലാവർക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ഫാദർ ജെയിംസ് ആരോപിച്ചു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാമ്പ്ലാനി പിതാവ് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു നന്ദി പറഞ്ഞു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, 2 സംഭവങ്ങളാണ്. ഒന്ന് കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ, രണ്ടാമത്തെ വിഷയം കന്യാസ്ത്രീകളുടെ മോചനം. ഈ കോതമംഗലം സംഭവത്തിലേക്ക് വന്നാൽ ഈ പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പോലീസിന്റെ നടപടി, പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ദുർബലമാണ്, ഇത് NIAക്ക് വിടണം എന്നതടക്കം പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ സഭ ഒരു നിലപാടെടുക്കുകയാണ്. അതായത് പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെടുമ്പോൾ ഒരു മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്നു. അങ്ങനെ സഭ കൂടി കൃത്യമായി, സഭ പലയിടത്തായി നമ്പറുകൾ പറയാറുണ്ട്, പക്ഷെ ഇതാദ്യമായി സഭ ഒരു സംഭവം എടുത്തു പറഞ്ഞ നിലപാട് വ്യക്തമാക്കുകയല്ലേ? ശ്രീജ, തീർച്ചയായും വളരെ ഗുരുതരമായ ആരോപണങ്ങളും ആവശ്യങ്ങളുമാണ് സഭ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാനായിക്കുളത്താണ് ഈ ഒരു ആരോപണ വിധേയന്റെ വീടുള്ളത്. അവിടെ പല ഘട്ടങ്ങളിലും തീവ്രവാദ ബന്ധമുള്ള പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു തീവ്രവാദ ബന്ധം സംശയിക്കുന്നു, അതുകൊണ്ട് NIA അന്വേഷണം. കുടുംബത്തിന്റെ ആവശ്യവും ഇതുതന്നെയാണ്. മാത്രമല്ല, പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് ഈ പെൺകുട്ടിയുടെ അതായത് ഈ കുറിപ്പുണ്ടല്ലോ, ഈ ആത്മഹത്യക്കുറിപ്പ്, അതിലടക്കം ചൂണ്ടിക്കാണിക്കുന്ന മതപരിവർത്തനത്തിന്റെ വിഷയമാണ്. നിർബന്ധിതം പീഡിപ്പിച്ച് മതപരിവർത്തനത്തിനുള്ള ശ്രമം നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് ആ വകുപ്പുകൾ ചേർക്കാത്തത് ശരിയല്ല എന്ന നിലപാടാണ് സഭ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ NIA അന്വേഷണം വേണം എന്ന നിലപാട് പറയുന്നു. സഭ ഒരു പ്രത്യക്ഷ സമരരംഗത്ത് നേരിട്ടിറങ്ങാത്തതിന് കാരണം ഇത് യാക്കോബായ സഭാംഗമായ ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായും അത്തരം പ്രതിഷേധങ്ങൾക്ക് മുന്നോട്ട് ആദ്യം ഇറങ്ങേണ്ടത് യാക്കോബായ സഭയാണ്. പക്ഷേ അവർ ഇറങ്ങാത്തത് കൊണ്ട് സഭ ആ നിലയിൽ എത്തുന്നില്ല. ഈ വിഷയത്തിൽ പക്ഷേ നേരത്തെ ഉള്ള നിലപാടുകൾ തന്നെയാണ് പല ഘട്ടത്തിലും ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും സഭയ്ക്കുള്ളത്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് ആണെങ്കിലും ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണം എന്ന ആവശ്യമാണ് ഈ മീഡിയ അഫയേഴ്സ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. രണ്ടാമത്തെ വിഷയമാണ്, നമുക്കറിയാം, അതും ഇതിനോട് ചേർത്ത് വെച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പാംപ്ലാനി പിതാവിനെ CPM നേതാക്കൾ അതിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്നതിന്റെ പ്രധാന കാരണം ഈ ഇപ്പോഴത്തെ വിഷയം, ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ പോലുള്ള വിഷയങ്ങൾ, അതിൽ നിന്ന് വിവാദങ്ങൾ മാറ്റിവിടാനുള്ള ശ്രമമാണ് CPM പോലും നടത്തുന്നത്. അത്തരം ചർച്ചകൾ ഉണ്ടാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ അച്ഛൻ്റെ ഒരു പ്രതികരണമായി ഫലത്തിൽ പുറത്തു വരുന്നത്. BJPയെ ഒരു പരിധിവരെ ഈ വിഷയത്തിന് ശേഷം ജോസഫ് പാംപ്ലാനി തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് ഒരു പരിധിവരെ നന്ദി പറഞ്ഞ് സംസാരിച്ച ഒരാൾ. അത് ശരിയായ നിലപാടാണ് എന്ന് ഈ ഒരു സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ സെക്രട്ടറി എന്ന നിലയിൽ കൂടി അദ്ദേഹം
വിലയിരുത്തി പറയുന്നു എന്നുള്ളതാണ്. ഇതിന് കടമയുണ്ട്. കാരണം ഷോൺ ജോർജ്, ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, ഇവർക്കൊക്കെയാണ് അധികാര സ്ഥാനങ്ങളുമായി ബന്ധമുള്ളത്. അവരാണ് ഇടപെട്ടത് ഈ ജാമ്യത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ആ നിലയിൽ പറഞ്ഞത്. അതിനെയാണ് ഫലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ CPM അടക്കം ശ്രമിക്കുന്നത്. അതിന് പിന്നിൽ ഇത്തരം ദുരുദ്ദേശമുണ്ട്. ഈ CPM പലപ്പോഴും സഭകളോട് വല്ലാതെ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് JB കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത് എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് സിറോ മലബാർ സഭ. ഫലത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. കോതമംഗലം സംഭവത്തിൽ ഫലത്തിൽ അതിന്റെ അന്വേഷണം ശരിയായ നിലയ്ക്കല്ലാതെ NIAക്ക് വിടാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ ചെയ്യണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ശ്രീജിത്ത്, അതിലെ രണ്ടാമത്തെ പോയിന്റ് പ്രധാനമാണ്. അത് സഭയിലേക്ക് എത്തുന്ന എല്ലാവർക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനും നന്ദി പറയാനുണ്ടായ സാഹചര്യത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേ. ശ്രീജിത്ത്, ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് നമ്മൾ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെടുന്നതും അദ്ദേഹം അവിടെ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി നേരിട്ട് അവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ പോയതും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ നടന്നിരുന്നെങ്കിലും സഭ ഇവരെ വിശ്വസിക്കുന്നു. ഇവരുടെ ഇടപെടലിനെ, ഈ മോചനത്തിനായി അവർ നടത്തിയ പരിശ്രമത്തെ അക്നോളജ് ചെയ്യുന്നു എന്ന് വേണ്ട ഈ കത്തോലിക്ക സഭയുടെ ഇന്നത്തെ ഈ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ശ്രീജ, വളരെ പ്രധാനപ്പെട്ടതാണത്. അതായത് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ CPMന്റെ ഒക്കെ വിമർശനം ഉണ്ടാകുന്നു. അതായത് ഈ പാമ്പ്ലാനി പിതാവ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ ശേഷം അതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ശേഷവും അതേ നിലപാട് BJP അതിൽ ഇടപെട്ടു എന്ന് പറയുകയാണ് ഫലത്തിൽ സിറോ മലബാർ സഭ എന്നുള്ളതാണ്. അതിന് അങ്ങനെ നന്ദി പറയേണ്ട കടമ ഞങ്ങൾക്കുണ്ട് എന്ന ഫലത്തിൽ ഈ രണ്ടുപേരുടെ പേരെടുത്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഷോൺ ജോർജിന്റെ ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അവർക്കാണ് അവിടെ അധികാര ബന്ധമുള്ളത് എന്ന്. ഇന്നലെയാണ് തൃശ്ശൂരിൽ സംസാരിച്ചപ്പോൾ K. സുരേന്ദ്രൻ പറഞ്ഞത് ഇനിയും ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ കേക്കുമായി പോകും എന്ന് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്വാഭാവികമായ ചോദ്യം, ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമല്ലേ BJPക്ക് എന്ന് ചൂണ്ടിക്കാണിച്ചത്. ഫലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് മാത്രമല്ല, സഭാ ആസ്ഥാനത്തേക്ക് എത്തുന്ന ഓരോരുത്തർക്കും പലതരം ലക്ഷ്യങ്ങളുണ്ട്. അതിനവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സഭ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വോട്ട് ബാങ്ക് അല്ല എന്നും അദ്ദേഹം തുറന്ന് പറയുകയാണ്. എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്നു. അതുകൊണ്ട് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ വിമർശനങ്ങൾ നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ BJPയുടെ നിലപാടിനെ ചോദ്യം ചെയ്തു. ഇരട്ടത്താപ്പുണ്ടെന്ന് പറഞ്ഞു. ഇനി കേക്കുമായി വരുന്നതൊക്കെ അത് കഴിഞ്ഞു മതി, മധുരം കഴിക്കലൊക്കെ അത് കഴിഞ്ഞു മതി എന്ന് പറയുന്ന രൂക്ഷമായ പ്രതികരണം നമ്മൾ കണ്ടു. പിന്നീടാണ് ഈ മോചന സ്ഥലത്ത് നമ്മൾ ഷോൺ ജോർജിന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും അനൂപ് ആന്റണിയുടെയും ഒക്കെ സാന്നിധ്യം കാണുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വാഹനത്തിൽ കയറി കന്യാസ്ത്രീകൾ പോകുന്നത് നമ്മൾ കണ്ടു. ഈ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമുണ്ടായ പാമ്പ്ലാനി പിതാവിനെതിരായ പരാമർശങ്ങൾ, മാർ പാമ്പ്ലാനിക്കെതിരെ നടന്ന CPMന്റെ ഭാഗത്തുനിന്നുണ്ടായ രൂക്ഷ വിമർശനങ്ങൾ,
ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുമുണ്ടായി, എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതൊക്കെ സഭയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതല്ലേ ഈ ഒരു ടൈം ലൈൻ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഫാദർ ജെയിംസ് കൊക്കവേലിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? തീർച്ചയായും ശ്രീജയ്, ഇത് ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നത് ശ്രീജ പറയുന്ന കാര്യങ്ങളുടെ ഒരു ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും CPM വലിയ രീതിയിൽ ബിഷപ്പ് പാംബ്ലാനിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു പ്രതിരോധം കൂടിയായി ഫലത്തിൽ BJPയോട് ചേർന്ന് നിന്നൊരു പ്രതികരണം സഭ നടത്തുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു പരിധിവരെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് വലിയ ആകെ ഈ തലശ്ശേരി ബിഷപ്പ് ഒഴികെയുള്ളവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പ്രതികരണം പിന്നീട് വന്നില്ല, കാര്യമായ പ്രതികരണങ്ങൾ വന്നില്ല. ഈ ലവ് ജിഹാദ് പോലെയുള്ള വിഷയത്തിൽ കത്തോലിക്ക സഭ കാര്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നില്ല. അത്തരം വിഷയങ്ങളിലായിരുന്നു BJPയും സഭകളും ഒരുമിച്ച് ഒരേ അഭിപ്രായത്തിൽ പലപ്പോഴും എത്താറുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായി അതിലൊരു വിഷയം അത് CPMന്റെ കടന്നാക്രമണം തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതിനെ നേരിട്ട് തിരിച്ച് പ്രതിരോധിക്കുന്നു. അങ്ങനെ മാത്രമല്ല, CPMനെതിരെ ഇനിയും പല സമരങ്ങളിലേക്ക്, ഫലത്തിൽ സർക്കാരിനെതിരായ സമരങ്ങളിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപത കടക്കുന്നുണ്ട്. ചിങ്ങം 1 കുട്ടനാട്ടിൽ ഉപവാസ സമരം ആ ബിഷപ്പ് തന്നെ, അതിരൂപതയുടെ ബിഷപ്പ് തോമസ് തറയിൽ അദ്ദേഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, ഏകദിന ഉപവാസം. അങ്ങനെ സഭ ഒരു സമരത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഈ പല വിഷയങ്ങൾ, ഓരോ പ്രദേശത്തെ വിഷയങ്ങളിലെടുത്ത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ അതിനൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെ ഒറ്റതിരിഞ്ഞ ഫലത്തിൽ UDFന്റെ ഭാഗത്തുനിന്നും LDFന്റെ ഭാഗത്തുനിന്നും ഒക്കെ BJPക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പുറത്ത് തലശ്ശേരി ബിഷപ്പിനെതിരെ ഫലത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പല ഘട്ടത്തിൽ പല പരാമർശങ്ങൾ നടന്നു. അത് വീണ്ടും ഉറച്ചു നിന്ന് വീണ്ടും അത് തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ഫലത്തിൽ BJPയെ ഫലത്തിൽ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക്, അതും ഏതെങ്കിലും ഒരു അതിരൂപതയുടെയോ കത്തോലിക്ക കോൺഗ്രസിന്റെയോ ഒന്നും ഒരു പ്രതിനിധിയല്ല, ഈ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളാണ് കാക്കനാട്. അദ്ദേഹവുമാണ് ഈ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ